ഹാപ്പി ന്യൂ ഇയർ. അപ്പോൾ ഇപ്പോൾ ചെറുതലയിലെ അർത്തുങ്കൽ പള്ളിയിലാണ്. അവിടെ അർത്തുങ്കൽ പള്ളിയുടെ ഫ്രണ്ടിൽ നിന്നിട്ട് നമ്മൾ ബീച്ചിലോട്ട് ഇങ്ങനെ നടക്കുകയാണ്. നല്ല റഷ് ഉണ്ട്, നല്ല ആൾക്കാർ, ഒരുപാട് വണ്ടികളൊക്കെ വന്നിട്ടിങ്ങനെ ഭയങ്കര ബ്ലോക്ക്ഡായി. പിന്നെ ബീച്ച് ഫെസ്റ്റ് നടക്കുന്നത് കൊണ്ട് 31 തൊട്ട് സ്റ്റാർട്ട് ചെയ്യുകയാണ് ബീച്ച് ഫെസ്റ്റ്. അപ്പോൾ നടക്കുന്നതുകൊണ്ട് അവിടെ ഇന്ന് അൻവർ സാദിൻ്റെ ഗാനമേളയായിരുന്നു ഉണ്ടായിരുന്നത്. ഞങ്ങളങ്ങോട്ട് എത്തിയപ്പോഴത്തേക്കും ഏകദേശം അത് വൈൻഡപ്പ് ചെയ്യാറായിട്ടുണ്ടായിരുന്നു. 10:30 കഴിഞ്ഞു എത്തിയപ്പോൾ. നല്ല ആൾക്കാരാണ്. ചുറ്റും വീടുകളിലെല്ലാം ക്രിസ്ത്യൻസിൻ്റെ വീടുകളായതുകൊണ്ട് ചുറ്റും നല്ല ലൈറ്റ് സെറ്റിങ്സൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. നല്ല ലൈറ്റ് സെറ്റിങ്. കടകളൊന്നും അങ്ങനെ കണ്ടിട്ടില്ല, ഒരുപാട് കടകളൊന്നും ഉണ്ടായിരുന്നില്ല. ഇനിയിപ്പം ജനുവരിയിൽ അർത്തുങ്കൽ പള്ളിയിൽ പെരുന്നാൾ സ്റ്റാർട്ട് ചെയ്യുകയാണ്. അപ്പോൾ നല്ല പോലീസ് സെക്യൂരിറ്റീസൊക്കെ ഇരിപ്പുണ്ടായിരുന്നു കേട്ടോ. പോലീസുകാരുണ്ടായിരുന്നു. പിന്നെ പെരുന്നാളായതുകൊണ്ട് ഇനിയിപ്പോൾ കടകളെല്ലാം ഈ റോഡിന് സൈഡിലെല്ലാം നല്ല കടകളൊക്കെ വരും. അപ്പോൾ ഒരുപാട് കടകളുണ്ടാവും. പിന്നെ നടന്ന് ഗുരുശ്ശേരിയുടെ അടുത്ത് എത്താറാവുന്നു. ഏകദേശം നടക്കുകയാണ്. നല്ല സ്പീഡിലാണ് ആൾക്കാരൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ പോകുന്നുണ്ട്. കാരണം ഗാനമേള നടക്കുന്നു. പിന്നെ ബീച്ചിൽ ഒരുപാട് കടകളുണ്ടായിരുന്നു. സോ അവിടെ നിന്നൊക്കെ ഓരോന്നും വാങ്ങിച്ചുകൊണ്ട് ആൾക്കാരിങ്ങനെ നടന്ന് റിട്ടേൺ പോവുകയാണ്. അവന് ന്യൂ ഇയർ ആ ഒരു പാപ്പാനി, ചെറിയൊരു പാപ്പാനി അവിടെ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ബീച്ചിൽ. അപ്പോൾ ബീച്ചിൽ വെച്ചിരുന്ന പാപ്പാനിയെ ഫയർ ചെയ്യണതിന് മുന്നേ ആൾക്കാരെല്ലാം പോയിക്കൊണ്ടിരിക്കുകയാണ്. അതുപോലെ റഷ് ഉണ്ടായിരുന്നു. സ്റ്റേജിലേക്ക് എത്താനുള്ള വഴിയിലൂടെയാണ് ഇങ്ങനെ നടക്കുന്നത്. അപ്പം ബീച്ചിലോട്ടുള്ള ആ റോഡിലൂടെ നടക്കുന്നത്. ബലൂൺസ് ഞങ്ങൾ വാങ്ങിച്ചു, ഹൈഡ്രജൻ ബലൂൺസ് വാങ്ങിച്ചായിരുന്നു. ന്യൂ ഇയറിൻ്റെ ആ ഒരു കൗണ്ട് ഡൗൺ സ്റ്റാർട്ടാകുമ്പോഴത്തേക്ക് അത് ഫ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ അങ്ങനെ നടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. നടന്ന് ഏകദേശം എത്താറാകുന്നു, ബീച്ചിലേക്ക് എത്താറാകുന്നു. നല്ല ലൈറ്റിംഗ് ഉണ്ടായിരുന്നു, ചുറ്റും നല്ല ലൈറ്റിംഗ് ഉണ്ടായിരുന്നു. ഒരുപാട് പുൽക്കൂടുകളൊക്കെ ഇങ്ങനെ റോഡ് സൈഡിൽ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ ഓരോ വീട്ടുകാരെ. ഇപ്പോൾ ഏകദേശം ചെറിയ കുരിശ്ശടിയിലോട്ട് എത്തി. കുരിശ്ശടി പള്ളിയിൽ ഞാൻ പപ്പാനി ഹാപ്പി ന്യൂ ഇയർ പറഞ്ഞു. ഓക്കെ, അത് കഴിഞ്ഞതിന് ശേഷം കുരിശ്ശടിയാണ് ഈ കാണുന്നത്. കുരിശ്ശടിയുടെ ഫ്രണ്ടാണ്. അപ്പോൾ കുരിശ്ശടിയിലേക്ക് ഇങ്ങനെ നടന്ന് നീങ്ങിയപ്പോൾ ഞാൻ എന്തായാലും പെരുന്നാളിൽ വരുന്നുണ്ട്, അപ്പോൾ മെഴുകുതിരി കത്തിക്കാം എന്നോർത്തു. ഞാൻ ജസ്റ്റ് ഒന്ന് പ്രാർത്ഥിച്ചിട്ട് കണ്ടതേ ഉള്ളൂ, ജസ്റ്റ് ഒന്ന് നോക്കി പ്രാർത്ഥിച്ചു. അങ്ങനെ നടന്നിങ്ങനെ വരുന്ന സമയത്ത് കണ്ടോ ബീച്ചിലോട്ട് എത്തുന്ന ആ വെയിൽ കണ്ടോ. വീടുകളൊക്കെ അലങ്കരിച്ചിരിക്കുന്നതുണ്ടോ, നല്ല അടിപൊളിയായിട്ട് വീടുകളൊക്കെ അലങ്കരിച്ചിട്ടുണ്ട്. സോ ബീച്ചിലോട്ട് എത്തുന്ന ആ ഒരു എൻട്രിയിൽ തന്നെ ഒരു ആർച്ച് വെച്ചിട്ടുണ്ട്, ലൈറ്റപ്പ് സെറ്റപ്പിൽ ഒരു ആർച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ ആ ഒരു ആർച്ച് കടന്ന് നമ്മൾ ബീച്ചിൻ്റെ ലെഫ്റ്റ് സൈഡിലോട്ടാണ് സ്റ്റേജ് സെറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അങ്ങോട്ട് വേണം നടക്കാനായിട്ട്. നല്ല ലൈറ്റിങ് സെറ്റ് ചെയ്ത് ഇവിടുന്ന് ഫോട്ടോസൊക്കെ എടുക്കണമെന്നുണ്ടായിരുന്നു. പക്ഷേ ഇത്രയും റഷ് ആയതുകൊണ്ട് ഫോട്ടോസ് എടുക്കാനായിട്ട് നിന്നില്ല. ക്യാമറ കണ്ടപ്പോൾ തന്നെ ആൾക്കാരൊക്കെ ഇങ്ങനെ നോക്കി പോകുന്നുണ്ടായിരുന്നു. അവരെടുക്കുവാണോ വീഡിയോ എടുക്കുവാണോ എന്നുള്ള രീതിയിൽ. വരുന്ന വഴിക്ക് ഒരുപാട് കുട്ടികൾ ഹാപ്പി ന്യൂ ഇയർ വിഷസ് ചെയ്തായിരുന്നു കേട്ടോ. സോ കണ്ടോ, നല്ല കുരിശ്ശടി ബീച്ചിലെ കുരിശ്ശടിയുടെ അടുത്തെത്തി കേട്ടോ. ഇവിടെ ഒരു ഫാസ്റ്റ് ഫുഡ് ഏരിയ കൗണ്ടർ വെച്ചിട്ടുണ്ട്. അതിന് ഇത്രയും റഷായിട്ടുള്ള സ്റ്റേജ് വരുന്നത് അതിന് ബാക്ക് സൈഡിലോട്ടാണ് വരുന്നത്. അപ്പോൾ ഞാൻ സ്റ്റേജിൻ്റെ അടുത്തോട്ട് ഇങ്ങനെ നീങ്ങിക്കൊണ്ട് സ്റ്റേജിൻ്റെ അടുത്തോട്ട് പോകാൻ പറ്റില്ല. അപ്പോൾ കുറച്ച് ലോങ്ങിൽ കണ്ടോ, അത്രയും റഷ് ആളുകളാണ് അവിടെ
നിൽക്കുന്നത്. ഇത്രയും ആളുകളുണ്ട്. ഞാൻ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യമായിട്ടാണ് അർത്തുങ്കൽ ബീച്ചിൽ ഈ ഒരു ന്യൂ ഇയർ സെലിബ്രേറ്റ് ചെയ്യുന്നത്. ജീവിതത്തിൽ ആദ്യമാണ്. കാരണം ഞാൻ പെരുന്നാളിന് എല്ലാ വർഷവും അർത്തുങ്കൽ അനുസാദിൻ്റെ ഗാനമേളയാണ്. അവിടെ പാട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കോപ്പിറൈറ്റ് ഇഷ്യൂ ഉള്ളതുകൊണ്ടാണ് ഞാൻ പാട്ട് കേൾപ്പിക്കാത്ത കേട്ടോ, സോറി. അപ്പോൾ നല്ല ഗ്രാൻഡായിട്ടുള്ളൊരു സ്റ്റേജായിരുന്നു. നല്ല രസമുണ്ടായിരുന്നു കാണാനായിട്ട്. അധികം ആ ലൈറ്റപ്പ് കൊണ്ടിട്ട് എൻ്റെ ക്യാമറയിൽ അടിച്ചിട്ട് എനിക്കാണെങ്കിൽ ആൾക്കാരെ ഒന്നും കിട്ടുന്നുണ്ടായിരുന്നില്ല. സോ ഇത്രയും ജനങ്ങൾ ന്യൂ ഇയർ ആഘോഷിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ബീച്ച് സൈഡാണിത്. ബീച്ച് സൈഡിലിരുന്നിട്ട് ന്യൂ ഇയറിന് കുറച്ച് സമയം കൂടെ ഉള്ളൂ, കൗണ്ട് ഡൗൺ സ്റ്റാർട്ട് ആവാറായി. അപ്പോൾ ആ ഒരു ബീച്ച് സൈഡിലിരുന്നിട്ട് ലൈറ്റപ്പ് ഒക്കെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുക കേട്ടോ. ഇനി ന്യൂ ഇയറായി, ഹാപ്പി ന്യൂ ഇയർ. എല്ലാവരും സ്കൈ ഷോട്ട് ഇടുന്നുണ്ട്. അതുപോലെ തന്നെ ഹൈഡ്രജൻ ബലൂൺസ് ഫ്ലൈ ചെയ്യുന്നുണ്ട്. ഒരുമിച്ച് ഫ്ലൈ ചെയ്യുന്നുണ്ട്. ഇരുട്ടായതുകൊണ്ടാണ് കാണാത്തത്. സോ എല്ലാവരും ഒരുമിച്ച് ഞങ്ങളും ചെയ്തു. സ്കൈ ഷോട്ട് അത്രയ്ക്ക് പപ്പാനി ഫയർ ചെയ്തു കേട്ടോ. പപ്പാനി കത്തിക്കൊണ്ടിരിക്കുകയാണ്. സോ ഞാൻ അവിടെ നിന്നിട്ട് കാണാൻ പറ്റുന്നില്ല. അപ്പം ഞാനിങ്ങനെ ജസ്റ്റ് ക്യാമറ പൊക്കി പിടിച്ചെടുക്കുകയാണ്. അവിടെ പാപ്പാനിയെ കത്തിച്ചു. ഹാപ്പി ന്യൂ ഇയർ പറഞ്ഞു എല്ലാവരും വിഷ് ചെയ്തത്. സ്കൈ ഷോട്ട്സൊക്കെ നല്ല അടിപൊളി സ്കൈ ഷോട്ട്സ് ആയിരുന്നു. എനിക്ക് ഈ ഒരു ഇങ്ങനെ പൂത്തിരി കത്തുന്ന പോലത്തെ സ്കൈ ഷോട്ടിനേക്കാളും ഇഷ്ടപ്പെട്ടത് ആ ഒരു ഡാർക്ക് സ്റ്റാർസ് വരുന്ന സ്കൈ ഷോട്ടായിരുന്നു കേട്ടോ. അപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. സോ അങ്ങനെ കുറേ നേരം നോക്കി നിന്നു. കുറേ നേരം ഉണ്ടായിരുന്നു എല്ലാം. അവിടെ DJ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ കൂടെ തന്നെ ഹാപ്പി ന്യൂ ഇയർ വിഷസ് അറിയിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഒരുപാട് പേര് അവിടെ നിന്നിട്ട് ഇപ്പോൾ എന്താ പറയുക, എനിക്കറിയില്ല അവർ പള്ളിയുടെ ഈ ഒരു യൂണിറ്റിയിലുള്ള ആൾക്കാരാണോ സ്കൈ ഷോട്ട് പൊട്ടിച്ചതെന്ന് അറിയില്ല. ഒരുപാട് പേര് ഇതിന് മുന്നേയും സ്കൈ ഷോട്ട്സ് എടുക്കുന്നുണ്ടായിരുന്നു. സോ ഇപ്പോൾ സ്റ്റേജിനടുത്ത് നിന്നാണ് ഈ സ്കൈ ഷോട്ട്സ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇങ്ങനെ കണ്ടിങ്ങനെ ആസ്വദിച്ചിങ്ങനെ നിൽക്കുകയാണ്. സോ നല്ല വൈബായിരുന്നു. അർത്തുങ്കൽ പള്ളിയിൽ ആദ്യമായിട്ടുള്ള അർത്തുങ്കൽ ബീച്ചിൽ ആദ്യമായിട്ട് ഒരു ന്യൂ ഇയർ സെലിബ്രേഷനിൽ പാർട്ടാവാൻ പറ്റി. സോ ഏകദേശം ആ ഒരു ന്യൂ ഇയറിൻ്റെ ഒരു 15 മിനിറ്റോളം ഉണ്ടായിരുന്നു സ്കൈ ഷോട്ട്സും കാര്യങ്ങളൊക്കെ. സോ എല്ലാവരും വീഡിയോസൊക്കെ എടുക്കുന്നുണ്ട് എൻ്റെ ഫ്രണ്ടേജിലൂടെ. ഇവിടെ ലൈറ്റ് സെറ്റപ്പ് ഉണ്ടായിരുന്നെങ്കിൽ നല്ലതായിരുന്നു. പക്ഷേ ഈ സ്കൈ ഷോട്ട് കാണുമ്പോൾ ഈ ഇരുട്ടത്ത് കാണുന്നത് തന്നെയാണ് ഏറ്റവും ബെറ്ററായിട്ട് തോന്നിയത്. സോ ഡ്രോണൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ. പോലീസുകാരുടെ ആണെന്ന് തോന്നുന്നു. ഡ്രോണൊക്കെ ഉണ്ട് കണ്ടോ. സ്കൈ ഷോട്ട് എടുക്കുന്നതിൻ്റെ അടുത്തുകൂടെ പറക്കുന്ന ഡ്രോൺ. സോ നല്ല സ്കൈ ഷോട്ട്സ്. വാവ്. അപ്പോൾ അങ്ങനെ ഈ ഒരു 2024 അവസാനിച്ചു. 2025 കടന്നു. ഒരു വർഷം പെട്ടെന്നാണ് പോയത്. സോ ക്രിസ്മസും കഴിഞ്ഞു, ന്യൂ ഇയറും ആയി. ഇനിയിപ്പോൾ നെക്സ്റ്റ് വിഷു ആണ് വരുന്നത്. അതുവരെ വെയിറ്റിംഗ്. സ്കൈ ഷോട്ട്സ് ഇങ്ങനെ പൊട്ടി നിന്നിട്ട് ഞാനിങ്ങനെ ക്യാമറ എടുക്കുന്നുണ്ടായിരുന്നില്ല. ഞാനിങ്ങനെ നോക്കുമായിരുന്നു. ഞാൻ തീർന്നു എന്ന് കരുതി ഫോൺ ക്യാമറ മാറ്റിയപ്പോഴത്തേക്ക് ഉടനെ അടുത്ത സ്കൈ ഷോട്ട്സുകൾ വന്നുകൊണ്ടിരുന്നു. പിന്നെ ഞാൻ പെട്ടെന്ന് എടുത്തതാണ് ഇത്രയും. വാവ്, എനിക്ക് ഈ ഒരു സ്കൈ ഷോട്ടാണ് ഭയങ്കര ഇഷ്ടമായത്. സോ നല്ല രസമുണ്ടായിരുന്നു. കൊള്ളാം. ഇങ്ങനെ ചടപറാന്നിങ്ങനെ പൊട്ടിക്കുന്നുണ്ട്. കാരണം ഈ നല്ല തീരാറായി അതിൻ്റെ ഏകദേശം ന്യൂ ഇയറിൻ്റെ ആ ഒരു ബീച്ച് സെലിബ്രേഷൻ അവിടെ കഴിയുകയാണ്. അപ്പോൾ അതുകൊണ്ട് എല്ലാം സ്കൈ ഷോട്ട്സ് എല്ലാം ഇങ്ങനെ പൊട്ടിച്ച് തീർത്തുകൊണ്ടിരിക്കുകയാണ്. സോ അതൊരു സ്റ്റിൽസ് ആയിരുന്നു. ഈ റിട്ടേൺ ഇങ്ങനെ നടക്കുകയാണ്. ഭയങ്കര തിരക്കായത് കാരണം എനിക്കിങ്ങനെ വീഡിയോ എടുത്തുകൊണ്ട് നടക്കാൻ പറ്റിയില്ല. കാരണം ഞാനതുകൊണ്ട് കുറച്ചും കൂടെ നടന്നിട്ടാണ് വീഡിയോ സ്റ്റാർട്ട് ചെയ്തത്. അപ്പോൾ ഇന്നായിരുന്നു. ദൂരത്ത് കാണുന്നതാണ് അർത്തുങ്കൽ പള്ളി. കണ്ടോ, എത്ര മനോഹരമായിട്ടുള്ളൊരു പള്ളിയാണെന്ന് നോക്കൂ.
പള്ളിയിലോട്ട് ഇങ്ങനെ ഫോക്കസ് ചെയ്ത് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുക. ഞാൻ ഇങ്ങനെ നടന്ന് പള്ളിയുടെ ഫ്രണ്ടിൽ എത്തിയിട്ട് കുറച്ച് ഫോട്ടോസ് എടുക്കാമെന്ന് ഓർത്തു. അങ്ങനെ ഫോട്ടോസ് എടുക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഓടിപ്പോയിക്കൊണ്ടിരിക്കുക. ഞാൻ നടന്ന് ഏകദേശം ഒരു ബീച്ച് എൻട്രി ആർച്ചിൻ്റെ അടുത്ത് എത്തി. ഇനി ക്രോസ് ചെയ്ത് അപ്പുറത്ത് പള്ളിയിലോട്ട് കിടക്കാം. പള്ളിയുടെ ഫ്രണ്ടിലൊക്കെ നല്ല ബ്ലോക്ക് ഉണ്ടായിരുന്നു. സോ ഒരുപാട് വണ്ടികളൊക്കെ വെച്ചിട്ട് ബ്ലോക്ക് ഉണ്ടായിരുന്നു. അപ്പോൾ ഇങ്ങനെ സൂം ചെയ്തിട്ട് ഞാനിങ്ങനെ പള്ളി എടുത്തു. അവിടെ നിന്ന് തന്നെ കുറച്ച് ലോങ് ആണെങ്കിലും. സോ ഇനി നടന്ന് പള്ളിയുടെ ഫ്രണ്ടിൽ അവിടെ ഒരു നല്ല അടിപൊളി ഒരു പാപ്പാനിയെ സെറ്റ് ചെയ്തിട്ടുണ്ട് കണ്ടോ. അതുപോലെ തന്നെ അവിടെ ഒരു പുൽക്കൂട് വെച്ചിട്ടുണ്ട്. പുൽക്കൂട് അടുത്ത് പോയി നോക്കാനായിട്ട് ഞാനിങ്ങനെ അങ്ങോട്ട് ക്രോസ് ചെയ്യുക. കണ്ടോ, പാപ്പാനിയുടെ അടുത്ത് എത്തി. പാപ്പാനി കൊള്ളാം. സോ ഒരുപാട് ലൈറ്റ്സ് സ്റ്റാർസൊക്കെ വെച്ചിട്ടുണ്ട്. ഫ്രണ്ടിലോട്ട് ഇങ്ങനെ നടന്ന് പള്ളി ഓപ്പൺ അല്ല. പള്ളി ഇനി കൊടിയേറ്റൊക്കെ ആകുമ്പോഴേ ഓപ്പൺ ആവത്തുള്ളൂ. ഇനി അപ്പോൾ പള്ളിയുടെ ഫ്രണ്ടിൽ ചെന്നു. അപ്പോൾ അവിടെ കുറച്ച് പേര് ഫോട്ടോസൊക്കെ എടുത്തുകൊണ്ട് ഇങ്ങനെ നിൽക്കുന്നുണ്ട്. സോ ഞാൻ അതിൽ കുറച്ച് ഫോട്ടോസ് എടുത്തിട്ടുണ്ടായിരുന്നു. കൊള്ളാം, നല്ലൊരു ഒട്ടകത്തിനെയൊക്കെ ഉണ്ടാക്കി. എനിക്ക് ഈ ഒരു പുൽക്കൂട് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. കാരണം എല്ലാം ഇത്രയും ലാർജ് സൈസിൽ മാതാവിനെയും എല്ലാവരെയും ഇങ്ങനെ ക്രിയേറ്റ് ചെയ്തത് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഈ ഒരു ക്രിസ്മസ് ട്രീ അത് നല്ല അടിപൊളിയായിട്ട് ലൈറ്റപ്പും കൂടെ ഉണ്ടായിരുന്നേ നന്നായേനെ. കണ്ടോ എത്ര മനോഹരമായിട്ട് ചെയ്തിരിക്കുന്നത് നോക്കുക. അപ്പോൾ ഈ ഒരു വർഷം കഴിഞ്ഞു, അടുത്ത വർഷത്തിലോട്ട് നമ്മൾ കടന്നു. ഇനി നല്ല ഐശ്വര്യത്തിൻ്റെയും സമ്പൽ സമൃദ്ധിയുടെയും ഒരു വർഷമാവട്ടെ എന്ന് ആശംസിക്കുന്നു. എല്ലാവർക്കും ഒരിക്കൽ കൂടി ഹാപ്പി ന്യൂ ഇയർ. താങ്ക് യു ഫോർ വാച്ചിങ്.